യുവന്മാരുടെ ഈ നടപ്പും മട്ടും കണ്ടിട്ടാണ് യവന്മാരുടെ തന്തയെ വിളിച്ചത്. ഇപ്പൊ തന്നെ കണ്ടപ്പോ എനിക്ക് തന്റെ തന്തയ്ക്ക് വിളിക്കാൻ തോന്നുന്നു. തന്നെ ഇപ്പൊ ഈ കോളേജിലോട്ട് വിളിപ്പിച്ചെത്തിനെന്നറിയോ? എന്റെ മക്കൾ ടോപ്പർ എന്ന് പറയാനാണ്. ടോപ്പർ അല്ല, പോപ്പർ അടക്ക രണ്ടും പൊട്ടിയത്. ഇപ്പൊ പഠിപ്പിക്കണമെന്നില്ല, ഭയങ്കര ഉറപ്പാണ്. ആ സാർ ഓട്ടോമാറ്റിക് പഠിപ്പിച്ചിട്ട് കീറിടാനാ കൊള്ളാല്ല. എന്താണ് ഒരു കഴിവില്ലാത്തൊരു ഇറക്കൻ. അത് പറയല്ലേ സാറേ, ഡെയിലി 3 പാക്കറ്റ് സിഗരറ്റൊക്കെ ഒറ്റയിരിപ്പിന് വലിച്ചോളിയും മച്ചാൻ പോലെയാണല്ലോ താൻ ഇതൊക്കെ പറയുന്നത്. എന്റെ പൊന്നു സാറ്, ഇവന് അർബുദം വരാത്തോണ്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കൊച്ചിയിൽ എവിടെ? വൈപ്പിന്. തനിക്ക് ഇവന് എത്ര പേപ്പർ ഉണ്ടെന്നറിയോ? ഇന്നലെ ഞാൻ 2 പേപ്പർ ജോയിന്റ് അടിക്കാൻ വേണ്ടി കൊടുത്ത്. നീ പുതിയതല്ല വാങ്ങിച്ച സംഭവിക്കൂല. എടോ ആ പേപ്പർ അല്ലടോ സപ്ലൈയാ. എന്റെ പൊന്നു സാറേ, ഇവന്റെ അടുത്ത് ഞാൻ പറഞ്ഞാണ് ഇവിടെ ഞാൻ സപ്ലൈ ചെയ്തോളാന്ന്. ഞാൻ അറിയാണ്ട് ഇവിടെ നീ സപ്ലൈ ചെയ്താ എത്ര കിലോ വേണ്ടി വരും സാറിന്? ഉത്ഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് വിളിച്ചു വരുത്തിയത് ഇപ്പൊ മനസ്സിലായി. എന്നാ മച്ചാനെ നമുക്ക് മഷ്റൂം എടുക്കാം, അത് ലീഗലാണ്. മച്ചാനെ ഞാൻ പച്ചിരുണ്ട് ജീവിച്ചോളാം മച്ചാനെ. പിള്ളേര് വൈബല്ലേ വൈബേഷ്. അപ്പൊ വൈപ്പിനി വന്ന് സാറിന് നീ എന്ത് ചൊറയുണ്ടെങ്കിലും നമ്മ വിളിച്ചാൽ നമ്മ വിളിപ്പുറത്തെത്തും. ആ പരിസരത്തി അല്ല മച്ചാനെ, മച്ചാൻ തെറിച്ചോ. ഫീസൊന്നും തരണ്ട, ഞാൻ പഠിപ്പിച്ചോളാം. പൊക്കോ. ഇതിലും ഭേദം ഒരു കഞ്ചാവ് ഒറ്റിരിപ്പിന് വലിക്കുന്നതായിരുന്നു.